കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദു നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നത്. എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാനായിരുന്നു നിർദ്ദേശം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ച് മേയർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഇപ്പോഴിതാ മേയറും കെഎസ്ആർടിസി ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സിപിഎം. മേയർക്ക് വേണ്ടി എസ്എഫ്ഐ നേതാവായിരുന്ന ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടി ഗീനാകുമാരിയാണ് ഹാജരാവുന്നത്. ഇതിലൂടെ തന്നെ ആര്യയെ രക്ഷിക്കാനുള്ള സിപിഎമ്മിന്റെ ശ്രമവും വ്യക്തമാണ്. ബസ് തടഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുത്തപ്പോൾ ഇട്ട എഫ്ഐആർ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. കെഎസ്ആർടിസി ബസ് തടഞ്ഞത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിദേവ് എംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ കേസെടുത്തെങ്കിലും അറസ്റ്റ് നിർബന്ധമല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 353 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. ഈ സംഭവത്തിൽ പൊതുജനങ്ങളെ അടക്കം ഡ്രൈവർ യദുവിന് കട്ട സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടും സിപിഎമ്മിന്റെ സ്വൈര്യം കെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും പ്രതിരോധിക്കുക എന്നത് സിപിഎമ്മിന്റെ കൂടി ആവശ്യമാണ്. മേയറുടെ ഈ നടപടിക്കെതിരെ പാർട്ടിയിലും രണ്ട് തട്ടിലാണ് അണികൾ. എന്തും കാണിക്കാമെന്ന മേയറുടെ ധാർഷ്ട്യം സഹിക്കാൻ കഴിയില്ലെന്ന അഭിപ്രായമുള്ളവരാണ് ഒരു വിഭാഗത്തിലുള്ളത്. മറുവിഭാഗം ഒന്നിനും പോകേണ്ട എന്ന് കരുതുന്നവരുമാണ്. അണികൾ രണ്ട് തട്ടിലായതോടെ മേയർക്കെതിരെ പാർട്ടിയിൽ നിന്നുയരുന്ന ആരോപണങ്ങൾ അടിച്ചമർത്താനുള്ള തത്രപ്പാടിലാണ് സിപിഎം. എന്തായാലും 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് മേയർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും MLAക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും. പ്രതിസ്ഥാനത്ത് മേയറും MLAയും ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും. മേയർക്കും MLAക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാവേണ്ടി വരില്ലെന്നും അഭിഭാഷകരെത്തിയാൽ മതിയെന്നും നിയമവിദഗ്ധർ പറയുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ 2 ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം. മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലായിരിക്കണം. പൊതുശല്യമുണ്ടാക്കിയതിനുള്ള വകുപ്പിന് 200 രൂപ പിഴ ശിക്ഷയുള്ളൂ. അന്യായമായി തടഞ്ഞുവെക്കലിന് 1 മാസം പിഴയും തടവുമാണ് ശിക്ഷ. പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ 5 പ്രതികളും ഒരേപോലെ അത് അനുഭവിക്കണം. മെമ്മറി കാർഡ് കാണാതായതിനെക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കേണ്ടി വരും. മേയർ MLA ബന്ധുക്കളടക്കം 5 പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറൽ കുറ്റം കേസിൽ നിലനിൽക്കില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നു. കെഎസ്ആർടിസി ബസ് പൊതുസ്വത്താണ്. ഇതിൽ റോഡിൽ വെച്ച് ആർക്കും പ്രവേശനമുണ്ട്. അതിനാൽ ബസ്സിൽ കയറിയത് അതിക്രമത്തിന്റെ പരിധിയിൽ വരില്ല. ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കും. ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ ശേഖരിക്കും.